ഞങ്ങളൊരു കല്യാണവും കൂടിയിട്ട് നേരെ സിനിമയും കണ്ടിട്ട് നേരെ അങ്ങോട്ട് പോയത് വടകര സ്ട്രീറ്റ് ഫെസ്റ്റിവൽ കാണാനായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു അനുസ് ഹാപ്പി കോർണർ. 2023 ഡിസംബർ 25 മുതൽ 31 വരെ നീണ്ടു നിൽക്കുന്ന ഒരു രസമുള്ള പരിപാടിയായിരുന്നു വടകര സ്ട്രീറ്റ് ഫെസ്റ്റിവൽ. എനിക്ക് തോന്നുന്നു ഈ വെക്കേഷൻ ടൈമിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. ബേക്കൽ ഫെസ്റ്റ്, കൊയിലാണ്ടി ഫെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ വടകര എത്തിയിട്ട് വടകരേൻ്റെ ഒരു ഡെപ്ത് കിട്ടാനായിട്ട് ഈ സ്ട്രീറ്റ് ഫെസ്റ്റിവലിന് ഭയങ്കരമായിട്ട് പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാനായിട്ട് രാത്രിയിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ശരിക്കും ഇതൊക്കെ അടിപൊളിയാണ്. ആ ഒരു വൈബ്, ആ നാടിൻ്റെ ഒരു വൈബൊക്കെ ഒന്ന് എനർജറ്റിക് ആവാൻ, നാട് ഭയങ്കരമായിട്ടൊന്ന് ഉഷാറാവാനൊക്കെ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പം പോയത് തന്നെ വടകര സ്ട്രീറ്റ് ഫെസ്റ്റിവലിൽ ഒരു 29-നൊക്കെയാണ് ഞങ്ങൾ പോയത്. അപ്പം നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ അടുത്തേക്കാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ ഒത്തിരി ഫ്യൂഷൻ ഫുഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ സാധാരണ ചക്ക തുടങ്ങി ചക്ക, മാങ്ങ, ഉപ്പിലിട്ട കുറേ ഐറ്റംസ്, അത് കൂടാണ്ട് പുട്ട്, ചിക്കൻ കറി, ഇടിയപ്പം, ബീഫ്, അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ട് കഴിക്കാനും അല്ല ലൈറ്റായിട്ടൊന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു അടിപൊളി സംഭവമായിരുന്നു ഈ ഫുഡ് ഫെസ്റ്റിവൽ. പിന്നെ ഇതാ ഡ്രീം കേക്ക്, ഒരുപാട് ആൾക്കാർ നമ്മുടെ റീൽസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇപ്പോൾ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുന്ന ഡ്രീം കേക്കും ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഇതാ വിവിധ വർണ്ണങ്ങളിലുള്ള ഗ്രീൻ ടീ ഉണ്ടായിരുന്നു. ഗ്രീൻ ടീ, ബ്ലൂ, ലെമൺ, ആപ്പിൾ ടീ, അങ്ങനെ ഓരോ കളറിലൊക്കെയുള്ള ടീ ഉണ്ടായിരുന്നു. അപ്പോൾ ഋതു പേസ്ട്രി, കേക്ക് ഇതൊക്കെയാണ് വാങ്ങിയത്. അപ്പോൾ ഞങ്ങൾ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ഉപ്പിലിട്ട നെല്ലിക്ക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ ഋതു കേക്ക് വാങ്ങിയിട്ട് കഴിക്കുമായിരുന്നു. ഋതുവിന് ഇതൊക്കെയാണ് ഇഷ്ടം, മധുരമുള്ള. പക്ഷേ ഈ കേക്കിന് ഇങ്ങനെ ഇലയിലൊക്കെയാണ് അവർ തന്നത്. നല്ലൊരു ഫ്ലേവറുള്ളൊരു ചോക്ലേറ്റ് കേക്കായിരുന്നു ഇത്. പക്ഷേ ഇതിനെ കുത്തി ഋതു ഒരു ഉപ്മാവ് പരുവത്തിലൊക്കെ ആക്കിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ കുറേ വെള്ളമൊക്കെ കുടിച്ചു. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നാടൊക്കെ കാണാനും, നാട് എങ്ങനെയാണ് രാത്രിയിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആവുന്നത്, അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ ആൾക്കാരെ ഏറ്റെടുക്കുന്നത്, ഇതൊക്കെ ഒരു നല്ലൊരു രസമുള്ള പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കേക്കൊക്കെ അയച്ചു, എന്നിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി. രാത്രിയിലാണ് ഞങ്ങൾ പോയത്. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് കാര്യമായിട്ടൊന്നും കഴിക്കാണ്ട് പുറത്തുനിന്നൊരു വെജ് ഹോട്ടലിൽ നിന്ന് മസാല ദോശയാണ് കഴിച്ചത്. അപ്പോൾ ടാറ്റാ.